ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് സ്റ്റഫ്ഡ് പക്കോടയാണ് കേട്ടോ, അതായത് ബ്രെഡ് നിറച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഒരു ചീനിച്ചട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സവാള നീളത്തിലരിഞ്ഞത്, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇതൊക്കെ കൂടി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടേനു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിടുന്ന ടൈമിന് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ കാണാനായിട്ട് മൊത്തത്തിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ, സ്കിപ്പ് അടിക്കാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇഷ്ടമായാൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇടുന്നത് പെട്ടെന്ന് ഇതൊന്ന് ഉള്ളിലേക്ക് ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അപ്പോൾ അതുവരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ ഇവിടെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ഇത്തിരി ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമുക്ക് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഒരു ഇത്തിരി മല്ലിച്ചപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇടാവുന്നതാണ്. അങ്ങനെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഒരു ബൗളിലേക്ക് ഇതാ ഞാനിവിടെ 3 ടേബിൾ സ്പൂണ് കടലമാവ്, അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂണ് മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു മസാലകളൊക്കെ ഒന്ന് ആ ഒരു മാവിൻ്റെ ഒക്കെ കൂട്ടത്തിലൊന്നും ആവാൻ വേണ്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു ദോശേൻ്റെ ഒക്കെ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കണ്ട, കുറച്ച് ഒഴിച്ചിട്ട് നല്ലൊരു ബാറ്ററാക്കി എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് സ്നാക്സ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാക്കാം. ഞാനിവിടെ ഇതാ കുറച്ച് ബ്രെഡിൻ്റെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് മസാല വെക്കാം. പിന്നെ നമ്മൾ ബോയിൽ ചെയ്തിരിക്കുന്ന എഗ്ഗ് ഇങ്ങനെ നടുവെ കീറിയിട്ട് 2ആക്കി എടുത്തതാണ്, അതൊരു പീസ് വെച്ച് കൊടുത്തിട്ട് 4 ഭാഗത്തും ഈ ബ്രെഡിൻ്റെ 4 ഭാഗത്തായിട്ട് കുറച്ച് മാവ് ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. അതായത് മൈദ മാത്രം ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുത്ത് മാവാക്കിയതാണ്. അതിൻ്റെ 4 ഭാഗത്തും ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സ്നാക്സ് ഇവിടെ എന്താ പറയുക, ഇങ്ങനെ ഒരു ബോക്സ് പോലെ ആയി കിട്ടും. ശരിക്കും ഇത് ബ്രെഡ് ബോക്സ് എന്നോ അല്ലെ ബ്രെഡ് പോക്കറ്റ് എന്നോ എന്ത് വേണം വിളിക്കാം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഒന്നിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി മൊത്തത്തിലൊന്ന് റെഡിയാക്കി എടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പി ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. നമുക്കിത് ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇഫ്താർ റെസിപ്പി ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ അടുത്ത സ്നാക്സും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഞാനിതിവിടെ മൊത്തത്തിലൊന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് ഇതാ ബ്രെഡ് ഇങ്ങനെ മാവിലേക്ക് 4 ഭാഗവും ആദ്യം ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള 2 ഭാഗവും ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ കളറായി നിറാവുന്നത് വരെയൊക്കെ എണ്ണയിൽ ഇങ്ങനെ ഒന്ന് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. എണ്ണയൊന്നും ഇങ്ങനെ കാര്യമായിട്ട് കുടിക്കുകയൊന്നുമില്ല, ബ്രെഡാന്ന് വിചാരിച്ചിട്ട് ആ ഒരു ടെൻഷനൊന്നും വേണ്ട. നോർമൽ സ്നാക്സിന് എങ്ങനെയാണോ എണ്ണ അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പം സിമ്പിളാക്കി ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സ് റെസിപ്പിയാണ്, ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഇതാ സ്നാക്സ് ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയും കാണുന്നവരേക്കും ബൈ ബൈ.